സ്റ്റുഡൻസിനോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ സ്വപ്നം കാണും. സ്വപ്നം കാണുന്നതിന് നമുക്ക് ടാക്സ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോ കംപ്ലീറ്റ്ലി ബെഡ് റിഡൺ ആയിട്ട് കിടന്ന ഞാൻ ഇന്ന് പരിപൂർണ ആരോഗ്യത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അതൊരു മാനിഫെസ്റ്റേഷന്റെ പവറാണ്. കാര്യം എന്താ, നിരന്തരം വേണ്ടതെന്തോ അത് മനസ്സിൽ ചിന്തിച്ചു, ഇന്ന് അത് മാനിഫെസ്റ്റ് ആയി. മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ ഇത് സ്വപ്നം കാണുക, വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണോ? അല്ല, അല്ല, നമുക്ക് ആദ്യം വേണ്ടെന്നൊരു നേടിയെടുക്കണം എന്നുള്ളൊരു ആഗ്രഹം. അപ്പൊ ആ ആഗ്രഹം നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോ നമ്മൾ നിരന്തരം അതിനെപ്പറ്റി ചിന്തിക്കും. ചിന്തിക്കുമ്പം അതിനുള്ള വഴികൾ നമുക്ക് തെളിഞ്ഞു വരും. ഒരു വ്യക്തി ജോലി ഇല്ലാതെ കിടന്ന് കഷ്ടപ്പെടുകയാണ്, ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്, നിരവധി ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു, പക്ഷെ ഒന്നിലും കിട്ടുന്നില്ല. അപ്പൊ സ്വയം ചിന്തിക്കുകയാണ്, ഞാൻ ഭാഗ്യം കെട്ടവനാണ്, ഞാൻ എവിടെ പോയാലും എന്നെ റിജക്ട് ചെയ്യും, എനിക്ക് കിട്ടില്ല. ഇതാണ് നിരന്തരം ചിന്തിക്കുന്നതെങ്കിൽ യെസ്, അങ്ങനെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അത് തന്നെ സംഭവിക്കും. നേരെ മറിച്ച് തിരിച്ച് ഓരോ ഇന്റർവ്യൂവിന് പോകുമ്പോഴും ഇതൊക്കെ ഞാൻ ഭംഗിയായിട്ട് ക്രാക്ക് ചെയ്യും എന്ന് നിരന്തരം ചിന്തിച്ചുകൊണ്ട് മനസ്സിൽ വേണ്ടത് ആ ഒരു എപ്പോഴും ചിലർ പറയാം, ഞാൻ എത്ര പ്രാവശ്യം പോസിറ്റീവ് ചിന്തിച്ചുകൊണ്ട് പോയിട്ട് എനിക്ക് നടന്നിട്ടില്ല എന്ന് പറയും. ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യം, അത് കിട്ടുന്നിടം വരെ അതിന്റെ പുറകെ ആ ഒരു പോസിറ്റീവ് ചിന്ത. പലരും ഇടയ്ക്കിടയ്ക്ക് ആ പോസിറ്റീവ് ചിന്തിക്കും, പക്ഷെ മനസ്സിന്റെ അവരുടെ ഒരു ഡീപ്പർ മൈൻഡ് മൊത്തം ഡൗട്ടായിരിക്കും.